നമസ്കാരം. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും 10 വർഷം MLAയുമാകാൻ ഭാഗ്യം ലഭിച്ച വനിതാ രത്നമാണ് വീണ ജോർജ്. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരള ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട ആരോഗ്യമന്ത്രി എന്ന റെക്കോർഡ് സ്ഥാപിച്ചാണ് വീണ ജോർജ് പടിയിറങ്ങുന്നത്. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. ശസ്ത്രക്രിയ കഴിയുന്ന രോഗികളുടെ വയറ്റിൽ കത്രിക വെച്ച് പൂട്ടിക്കെട്ടുക, ഓർമ്മയുണ്ടല്ലോ, മറന്നു കാണുമെന്ന് കരുതി. നിന്നെ അങ്ങനെ വേഗം മറക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ ഓർക്കും. പിന്നെ കരുതി ആരെങ്കിലും തല്ലിക്കൊന്ന് കടലിൽ തല്ലി കാണും, അല്ലെങ്കിൽ ജയിലിൽ സുഖമായിട്ട് കിടക്കാൻ. ആശുപത്രി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണ് രോഗിയും കൂട്ടിരിപ്പുകാരും മരിക്കുക, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പൊട്ടിത്തെറിച്ച് ശസ്ത്രക്രിയ എന്ന ഡോക്ടർ പണി നിർത്തി പോവുക, വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. മരുന്ന് കിട്ടാനില്ലാത്തതുകൊണ്ട് രോഗികൾ മരിക്കുക, ഇത് ഒരുപാടുണ്ടല്ലോടാ. ഞാൻ വിചാരിച്ചൊരു ദുഷ്ടനൊന്നുമല്ലട്ടാ, അതിലും കൂടിയെന്തായിട്ടാണ് തുടങ്ങിയ അനേകം റെക്കോർഡുകൾ വീണ ജോർജിന്റെ ഭരണകാലത്ത് ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ആശാന്റെ കഴി വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. ആ വീണ ജോർജിനെ പടിയിറങ്ങും മുമ്പ് ഒരു സുവർണ കിരീടം കൂടി സ്വന്തമായിരിക്കുന്നു. നീ ഇത്രല്ലേ കണ്ടുള്ളൂ, അങ്ങോട്ട് നോക്കിയേ. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിനെ മന്ത്രി വീണ ജോർജിന് കീഴിലുള്ള ഒരു മെഡിക്കൽ കോളേജ് ഗർഭപാത്രം സൗജന്യമായി സമ്മാനം കൊടുത്തിരിക്കുന്ന റെക്കോർഡാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? കഴക്കൂട്ടം സ്വദേശിയായ 24 വയസ്സുള്ള ഷിഹാസ് വയറുവേദനയെ തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് ചെല്ലുന്നത്. ഷിഹാസിനെ പരിശോധിച്ച ഡോക്ടർ മൂത്രത്തിൽ കല്ലാണോ എന്ന് സംശയിച്ചു. അതുകൊണ്ട് CT സ്കാൻ എടുക്കാൻ നിർദ്ദേശിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ CT സ്കാനിന് വിധേയനായി. ഒരാഴ്ചയ്ക്ക് ശേഷം റിസൾട്ട് തരും എന്നാണ് പറഞ്ഞത്. ഷിഹാസിന്റെ വയറിലെ വേദന പോയതുകൊണ്ട് അത് വാങ്ങാൻ പോയില്ല. എന്നാൽ ഷിഹാസിന് വീണ്ടും വേദന വരുന്നു. 1 മാസത്തിന് ശേഷം ഷിഹാസെ തൊട്ടടുത്തുള്ള ഐരാണിമുട്ടം ഹോമിയോ കോളേജിലേക്ക് ചെല്ലുന്നു. പിന്നെ ഹോമിയോ കോളേജുകാർ പറഞ്ഞു, ഇങ്ങനെ ഒരു CT സ്കാൻ നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊണ്ടുവരൂ, നമുക്ക് നോക്കാമെന്ന്. ഷിഹാസ് മെഡിക്കൽ കോളേജിൽ ചെന്ന് CT സ്കാൻ ചോദിക്കുന്നു, അവർ അത് കൊടുക്കുന്നു. ഷിഹാസ് മെഡിക്കൽ കോളേജിൽ നിന്നും CT സ്കാൻ റിപ്പോർട്ടുമായി ഹോമിയോ കോളേജിൽ എത്തുന്നു. അത് പരിശോധിച്ച ഹോമിയോ കോളേജിലെ ഡോക്ടർമാർ മൂക്കത്ത് വിരൽ വയ്ക്കുന്നു. ഷിഹാസിന്റെ വയറ്റിൽ ഒരു ഗർഭപാത്രമുണ്ടെന്നും ആ ഗർഭപാത്രത്തിൽ മുഴയുണ്ട് എന്നും സംശയിക്കുന്നു എന്നാണ് CT സ്കാനിൽ എഴുതി വെച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ ഹോമിയോ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഇക്കാര്യം ഷിഹാസിനോട് പറയുന്നു. ഷിഹാസ് ഈ CT സ്കാനുമായി മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചു ചെല്ലുന്നു. എന്തായാലും അബദ്ധം പിടികിട്ടിയ ഡോക്ടർമാർ ആ CT സ്കാനിന് പകരം പുതിയ CT സ്കാൻ നൽകിയിട്ടുണ്ട്. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ, ഒരു മാറ്റവും ഇല്ല. ഒന്നുകിൽ CT സ്കാൻ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ CT സ്കാനിൽ പേരെഴുതിയപ്പോൾ മാറിപ്പോയി. വേറെ ആരുടെയോ CT സ്കാൻ ആയിരിക്കും കൊടുത്തത്. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ, അബദ്ധം തിരിച്ചറിഞ്ഞപ്പോൾ ആരും അറിയാതെ തടി തപ്പാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. ജീവിക്കാനുള്ള ഓരോ തത്ര പാടേ. 24 വയസ്സുള്ള ഒരു പുരുഷന് ഒരൊറ്റ സ്കാനിങ്ങിലൂടെ ഗർഭപാത്രം കൊടുക്കാൻ ഈ വീണ ജോർജിന്റെ കീഴിലുള്ള ഡോക്ടർമാർക്കും ആശുപത്രിക്കുമല്ലാതെ മറ്റാർക്ക് കഴിയും? ഒരുമാതിരി മറ്റടുത്ത പരിപാടിയായി. പറഞ്ഞെന്താ വെച്ചാലേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ.